ഞാന് റബീഉൽ അവ്വൽ കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആയാൽ ഉടനെ എൻ്റെ കൂടെയുള്ള റാഫിഖാന്റെ വീട്ടിൽ വരുമെന്ന് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു. ഇവരെ കല്യാണത്തിന്റെ സമയത്ത് ഇവരെ കല്യാണത്തിന്റെ പ്രോഗ്രാമിന് ഞാൻ പോയ സമയത്ത് ഇവരെ വീട്ടുകാരും അവിടെയുള്ള ചെറിയ മക്കളൊക്കെ നമ്മളെ കാത്തിരുന്ന് എന്താ പറയാ, നമ്മളോട് ഇങ്ങനെ ഭയങ്കര എത്രയോ മുമ്പ് കണ്ടു പരിചയമുള്ള ആളുകളെ പോലെ അവർ യൂട്യൂബിൽ കണ്ടതാവാം. അപ്പൊ അന്ന് അവിടുന്ന് വീട്ടിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരു ദിവസം ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങളെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് വരും. ഇന്ന് കർണാടകയിലൊരു പ്രോഗ്രാമിന് വന്ന സമയത്ത് റാഫിക്ക കൂട്ടാൻ വരികയും രാത്രി പരിപാടിയില്ല, ഉച്ചക്കിന് പരിപാടി കഴിഞ്ഞ് റാഫിഖാന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ മനസ്സിലാക്കണ വെച്ചാല് നമ്മളെ അവഗണിക്കുന്ന ആളുകളുടെ പിന്നാലെ നമ്മൾ വെറുതെ ഇങ്ങനെ പോയിട്ട് സമയം കളയാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. നമ്മൾ അത്രമേൽ ആഗ്രഹിക്കുന്ന, നമ്മളെപ്പോഴും കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിവരങ്ങൾ എന്താ പറയുക എവിടുന്നെങ്കിലൊക്കെ ഒന്ന് അറിഞ്ഞ് അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ ആളുകളുണ്ടാവും. ആ ആളുകൾക്ക് വേണ്ടി പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ സമയം കണ്ടെത്തി നോക്കിയ അവരെ നമ്മൾ സന്തോഷിപ്പിക്കാനുള്ളൊരു സംഭവം നമ്മൾ ചെയ്തു വെച്ചാൽ തീർച്ചയായും പടച്ചോ നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള നല്ലൊരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഇന്ന് റാഫിഖാന്റെ വീട്ടിൽ പോവാണ്. അവിടെയുള്ള ചെറിയ മക്കളൊക്കെ കാണണം, കുറച്ച് പാട്ടൊക്കെ പാടണം. ഏതായാലും ഒരു നല്ലൊരു അടിപൊളി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പോയി വെക്കാം. ഞങ്ങള് പിന്നെ യാത്രന്റെ ഇടയിൽ ഇങ്ങനെ നിസ്കരിക്കാൻ കയറിയതാ. ഇവരെ നാട്ടിലെത്തിയേ. എടാ ഈ നാടിന്റെ പേര് പറ. ഈ നാടിന്റെ പേര് സവറവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നതാ. അപ്പൊ ഇവനെ കണ്ട്. ഇന്റെ പേരെന്താ? സുഹാനൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളെ നിസ്കരിക്കാൻ കയറിയത് പ്രത്യേകം കാണിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, എൻ്റെ കൂടെ റാഫിക്ക് ചോദിച്ചു എന്താ പറയാൻ പോണത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മൾ കണ്ടന്റ് ഔട്ട് ചെയ്യുമ്പോൾ പറയുന്നു. എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടർച്ചയായ ഒരു യാത്രയാകുമ്പോൾ ഇടക്ക് നല്ല റാഹത്തുള്ളൊരു പള്ളിയിൽ കയറി നമ്മളെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഒരു റിഫ്രഷ്മെന്റ് ഉണ്ട്. എന്താ പറയുന്നത്, ഒരു വല്ലാത്ത റാഹത്താണ്. ചെറുപ്പക്കാർ പലരും ട്രിപ്പ് പോകുമ്പോൾ പള്ളി എന്താ പറയുക കിട്ടായിട്ടാണ് നിസ്കരിക്കാത്തത്. അതുപോലെ റൂമിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അടിച്ചുപൊളിൻ്റെ ഇടയിൽ നിസ്കാരം മറന്നു പോകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് എന്താ പറയുക ഇന്നത്തെ നമ്മുടെ ജനറേഷൻ്റെ ഒരു ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. എനിക്ക് ഈ ചെറുപ്പക്കാരോട് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, നമുക്ക് വിശന്നാൽ റെസ്റ്റോറൻറ്റ് നമ്മൾ ഗൂഗിൾ മാപ്പ് ചെയ്ത് ഏറ്റവും 5 സ്റ്റാറോ നല്ല റിവ്യൂ ഉള്ളത് നമ്മൾ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോയാൽ അടുത്തേതാ പമ്പ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുകയും ഫെസിലിറ്റീസ് നിങ്ങളെ കണ്ടെത്തുകയും നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ പള്ളികളും കാര്യങ്ങളും നോക്കിയിട്ട് നിസ്കരിക്കാൻ സമയം കണ്ടെത്തിക്കൂടാ? നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നു പോകും. അതൊന്ന് ഓർമ്മപ്പെടുത്തണം. കണ്ടിട്ടോ? ഓക്കെ, അവൻ പോയേക്കാം. യാത്ര തുടരട്ടെ ഇൻഷാ അല്ലാഹ്. ഫൈനലി ഞങ്ങളിതാ ഇവരെ നാട്ടിലേക്ക് എത്തിട്ടാ. ഇതാ ഇയാളെന്ന് പറയുന്നത് ഇവരെ വീട്ടിലേക്കാണ് ഞാൻ പോണത്. റാഫിക്ക. ഇവരെ നാടൊക്കെ മനോഹരവും പ്രകൃതി രമണീയവുമാണ്. ഇവരെ കസിനായിട്ടുള്ള അദ്നാൻ സാഹിബ് ഉണ്ട് ബാക്കിൽ. അദ്നാൻ സാഹിബ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് അവരുടെ വീട്. എല്ലാവരും കാത്തു നിൽക്കുക, ഓടുന്ന. റാഫിഖാന്റെ കല്യാണത്തിന്റെ അന്ന് വരുമ്പോൾ ചായക്ക് കടി എന്താ വേണ്ടിയെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ പഴംപൊരിയും ബീഫുമാണ്. അതേ സാധനം ഒന്നും ഉണ്ടാക്കി വെച്ചിക്ക. ഇവിടെ വാടി ഇവളാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളെന്തായാലും അടുത്ത പ്രാവശ്യം വരണട്ടോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പൊന്തിച്ച് കളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് മാറാതെ എൻ്റെ കൂടെ തന്നെ നിന്നതാ. ഈ പ്രാവശ്യം എന്താ എൻ്റെ അടുത്തേക്ക് വരാത്ത? അസ്സലാമു അലൈക്കും. അല്ലാ, ഇവളെ പേര്, എൻ്റെ പേരെന്താ?
അല്ലാ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവരെ കല്യാണത്തിന് വന്ന സമയത്ത് ഫുള്ള് എൻ്റെ അടുത്ത് നിന്ന് പോകണില്ല അവള്. ഇപ്പം നമ്മൾ ഇതാ കാണുന്ന മലയിലേക്ക് പോയാലോ, അവിടേക്ക് പോയാലോ നമ്മള്? അങ്ങോട്ട് പോയാലോ? പോയിക്കണ ജി? പോവല്ലോ, നാല് വാ. പോവാ റെഡിയല്ലേ? പോവല്ലേ? അപ്പൊ ഞങ്ങൾ ഇവരെ വീടിന്റെ അടുത്തുള്ള ഈ സ്ഥലത്തിന്റെ പേരെന്താ? അല്ലാ, ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന്? എന്താണ്? സ്ഥലത്തിന്റെ പേരെന്താ? ജമാലാബാദ്. ജമാലാബാദ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഇത്. ആ കാണുന്ന മല ഉണ്ടോ? അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു വെള്ളച്ചാട്ടം പോലെ സ്ഥലമുണ്ട്, അതൊന്നും കാണിച്ചെടുത്തേ. അപ്പൊ നമ്മളിവിടെ വന്ന് നല്ലൊരു പാട്ട് പാടുന്നു, ഷെൻസൈ ഞാനും നമ്മളെല്ലാരും കൂടി. ഏതാ പാട്ട്? പാടാ, ബിസ്മില്ല. ഷറഫൂറ്റ ഖുറൈശിയിൽ പിറന്നവർ ഹാഷിമി, ശുഹ്റായ മഹബൂബർ വരുന്നുണ്ടല്ലോ, ത്വാഹ ശൗക്കോടെ പുതുമാർ ചമഞ്ഞുവല്ലോ, അറബിയിലും ബദ്റേ അജമിലും ശുഹ്റേ, ആരംഭ തറവാട്ടിൽ ഉദിത്ത നൂറേ, ആറ്റലായ അബൂ താലിബ് എടുത്ത ഹൈറേ. ഷെൻസ ഇനി അങ്ങോട്ടാ പോണേ? ഷെൻസ ഇനി എവിടുക്ക? അങ്ങനെ ഞങ്ങള് പിന്നെ വൈകുന്നേരം പോയി പുറത്തൊക്കെ പോയി വന്ന്, പിന്നെ വെള്ളിയാഴ്ച രാവായോണ്ട് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് നമ്മൾ എന്താ ചൊല്ലിയത് മക്കളെ? ഉറക്കപ്പറ. മൗലൂദൊക്കെ ചൊല്ലി. പിന്നെ ഷെൻസയും ഇവരൊക്കെ നല്ല പാട്ടുണ്ടായിനി അല്ലേ? പാട്ടൊക്കെ പാടി. ഇപ്പൊ നമ്മൾ ഇവരെ നാട്, ഇവരെ ടൗൺ ഒന്ന് കാണാൻ വേണ്ടി രാത്രി ഇങ്ങനെ ഇറങ്ങിയതാ. ഷെൻസ ഒരു പാട്ട് പാടല്ലേ? ഏതാ പാടുക? പാടിക്കോളൂ. പണ്ടേ മദീനയെ പാടി ഞാൻ ഹബീബിന്റെ ഖാദിമ, അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ന് മാതിക. അപ്പൊ ഇന്നലെ നമ്മൾ രാത്രി ഫുള്ള് ടൗണൊക്കെ കറങ്ങി, ശേഷം വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. സുബഹി നിസ്കാരം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്ന് നല്ല നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട വലിയ ഒരു മല ഉണ്ടല്ലോ, അത് കാണുന്നില്ല, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നമുക്കൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ആസ്വദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ റാഫിക്ക് പറഞ്ഞു ഇവിടെ ഒരു ചുരമുണ്ട്, ഒരു ചാർമാടി എന്ന് പറഞ്ഞ ഒരു അടിപൊളി ചുരമുണ്ട്, ജസ്റ്റ് ആ ചുരം കയറിയിട്ട് വരാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ചാർമാടി അടിപൊളിയാണോ നമുക്ക് നോക്കി നോക്കാം. അപ്പം ഇതാണ് ഇവര് ചാർമാടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുവന്ന സ്ഥലം. അപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ ഒന്ന് കാണിച്ചോട്ടെ. കുറേ കുരങ്ങന്മാരും എന്താ പറയുക, ഒരു പ്രത്യേക വൈബുള്ള സ്ഥലം കേട്ടോ. ഈ റോഡ് നല്ല രസമുണ്ട്. ആ വണ്ടി എടുത്ത് കാണിച്ചെടുത്തേ. കുരങ്ങന്മാർ ഇതിന്റെ ടോപ്പ് എത്തിയിട്ടില്ല, കുറച്ചുകൂടി ടോപ്പിലേക്ക് പോകാണ്ട്. ഈ വെള്ളച്ചാട്ടം കാണിച്ചെടുത്തേ. പടച്ചോന്റെ ആർട്ട് അതാണ് ഇത് ശരിക്കും. അപ്പം ഞങ്ങൾ പിന്നെ ഏറ്റവും ടോപ്പിലൊക്കെ പോയി ചുരം ഇറങ്ങി താഴത്തെത്താൻ നേരത്ത് ഫുൾ ബ്ലോക്കാണ്. ബ്ലോക്കിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞു. ഒരു വണ്ടി ഒരു KSRTCയുമായി കൂട്ടിയിടിച്ച് നല്ല വണ്ടി ഫുള്ള് പണിയായിക്കണേ. ആൾക്കാർക്കൊന്നും പ്രശ്നമില്ല എന്ന് വിചാരിക്കും അല്ലേ? ചുരത്തുനിന്നൊക്കെ എന്താ പറയുക, ഞാനെപ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയുന്നൊരു കാര്യം വെച്ചാൽ, പറയാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പിന്നെ ചില വളവിൽ നിന്ന് കർണാടകക്കാരെ ഇവരെ ഭാഷയിൽ പറഞ്ഞാൽ ടർണ് എന്ന് പറയാം. ടർണ് നഴ്സറി എന്നൊക്കെ അവർ പറയാം.
ആറ് സൈലൻ്റ് ആക്കാതെ. അപ്പോൾ ഈ വളവിൽ നിന്നേ നമ്മൾ കാണാത്തൊരു അപ്പുറത്ത് വാഹനം വരുന്നുണ്ടോയെന്ന് നമുക്ക് അറിയില്ല. എന്നാലും നമ്മൾ ചിലവർ പിന്നെ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താക്കും, ആ കാണാതെ ഒരു ഊഹാപോഹത്തിലും പഠിച്ചവനെ അവിടെ എടുത്തു പോകും. ഞാൻ ചിന്തിക്കണ വെച്ചാൽ ആ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ ആ വളവ് കഴിഞ്ഞ ഉടനെ തന്നെ ചിലപ്പം ഫുൾ ഫ്രീ ആയിട്ടുള്ളൊരു സമയം ഒരു സ്ഥലം ഉണ്ടാവും. പക്ഷെ അതിന് കാത്തിക്കൂല, മനസ്സിലായ? അതിന് കാത്തു നിൽക്കാതെ ചെറുപ്പക്കാർ പലപ്പോഴും ടേണിങ്ങിൽ നിന്ന് ഓവർടേക്ക് ചെയ്യുന്നൊരു സംഭവം ഒരുപാട് എന്താ പറയുക സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പ്രിയപ്പെട്ട പിന്നെ ചെറുപ്പക്കാരെ, എൻ്റെ കൂട്ടുകാരെ. അതായത് ആ ഒരു സെക്കൻഡിന് വേണ്ടി ആ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ മാത്രം വേണ്ടി നിങ്ങൾ നിങ്ങളെ ജീവിതം കളയാണ് ശരിക്കും. എത്രയോ ചെറുപ്പക്കാർ ആക്സിഡൻ്റ് ആയിട്ട് പിന്നെ എത്രയോ അവരുടെ എന്താ പറയുക ഈ ആക്സിഡൻ്റ് ആയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കണം, അതോടത് കഴിയൂല. അതായത് ജീവിതകാലം മുഴുവൻ ആ ഒരു തട്ടിയ ഭാഗം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അത് വേദന വരിക. അല്ലാഹു കാക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് വളവിൽ നിന്ന് ആവും പറഞ്ഞിട്ടോ എടുത്ത മോണൊക്കെ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ യാത്ര കഴിഞ്ഞ് വന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാക്കൊക്കെ പോയി. അതിൻ്റെ ഇടയിൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് കാജൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു വലിയ മക്കാമുണ്ട്. നല്ല രസമുള്ളൊരു മക്കാമാണ്, കാജൂർ മക്കാം എന്നാണ് അറിയപ്പെടുന്നതെന്നാണ് പറഞ്ഞത്. അവിടെ പോയി സിയാറത്ത് ചെയ്ത് പിന്നെ എന്നിട്ടാണ് വീട്ടിലേക്ക് പോയത്. മാഷാ അല്ലാഹ്, എന്താ പറയുക, അത്രയും സ്നേഹത്തോടെ നമ്മളൊരു കുടുംബത്തിലെ അംഗത്തെ പോലെ കണ്ട് ഇപ്പോഴും ഈ വീഡിയോ കാണുന്നതിൽ തന്നെ എനിക്കറിയാം നന്നായിട്ട് നമ്മുടെ വ്ളോഗ് വാച്ച് ചെയ്യുന്ന, പാട്ടുകൾ കേൾക്കുന്ന എത്രയോ നല്ല ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. എല്ലാവരോടും ഒരുപാട് സ്നേഹങ്ങൾ, കടപ്പാടുകൾ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞാൻ തിരിച്ചിങ്ങനെ പരിപാടിക്ക് പോവുകയാണ്. അധികം ഇങ്ങനെ പരിപാടിയായിട്ട് ഓടുന്നതുകൊണ്ട് തന്നെ ആഫിയത്തിനും പിന്നെ എല്ലാ സ്ഥലത്തും പോയിട്ട് നല്ല രീതിയിൽ മദ്ഹ് പാടാനുള്ള തൗഫീക്കിനും ഒക്കെ നിങ്ങൾ ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.